നമസ്കാരം. ബീഫ് കട്ട്ലറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ ബീഫ് കട്ട്ലറ്റ്സുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ബീഫ് ഒരു കുക്കറിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇതിനെ നുറുക്കി കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഉപ്പുപൊടി ആവശ്യത്തിന്. ഇനി ഈ ബീഫിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലൊട്ടും വെള്ളമയമില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ അടുപ്പത്ത് വെച്ച് ഒരു വലിയ വിസിലും 3 ചെറിയ വിസിലും ആക്കിയെടുക്കുക. കുക്കർ അടുപ്പിലിരുന്ന് വേകുന്ന സമയത്തിന് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്തൊന്ന് വൃത്തിയാക്കിയെടുക്കാം. 1/4 കപ്പ് സോയാ ചങ്ക്സ് 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് മിൻസ് ചെയ്ത് എടുക്കുക. കുക്കർ തുറന്ന് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങിനെ കഷ്ണങ്ങളാക്കിയത് ഇടുക. 1 മിനിറ്റും കൂടി വിസിലടുപ്പിച്ച് എടുക്കുക. ബീഫ് കട്ട്ലറ്റിന് വഴറ്റി ചേർക്കുന്നതിനായിട്ട് 1 കഷ്ണം നല്ല മുഴുത്ത ഇഞ്ചി, 5-6 ചുള വെളുത്തുള്ളി അല്ലി, 1 നുള്ളി കരിയാപ്പില, 2 മീഡിയം സൈസ് സവാള ഉള്ളി, 2 പച്ചമുളക് ഇത്രയൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ മുളകും ഇഞ്ചിയൊക്കെ കുറവാണെന്ന് തോന്നുമെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സോയ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സോയ ചേർക്കണ്ട. കുക്കർ തുറന്നു. ഇനി കുക്കറിൽ നിന്ന് ഉരുളക്കിഴങ്ങിനെ എടുത്ത് മാറ്റാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉപ്പും മുളകും ഒക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സോയാബീൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെന്ത ഇറച്ചി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമയം ഒന്നും ഒട്ടും കാണരുത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില അതെല്ലാം ഇതിലേക്ക് ചേർക്കുക. പാനിലേക്കിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇതിനെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് കളഞ്ഞെടുക്കുക. നന്നായിട്ട് മൂപ്പിക്കുകയൊന്നും വേണ്ട, പച്ചമണം ഒന്ന് പോയാൽ മതി. 1 മിനിറ്റൊക്കെ. ഇനി ഇതിലേക്ക് ഇറച്ചി മിൻസ് ചെയ്ത് ഒന്ന് കറക്കിയാൽ മതിയാകും, അല്ലെങ്കിൽ ഒന്ന് പൾസ് ചെയ്താലും മതി. അല്ല കൂടുതൽ അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് മിൻസ് ചെയ്തെടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, ഇനി ആ സോയാ ചങ്ക് ഒന്ന് മിൻസ് ചെയ്യുക. സോയ എന്നും പറയും, മക്രോണി എന്നും പറയും, സോയാബീൻ എന്നൊക്കെ പറയും. എല്ലാവരുടെയും രീതിയിലുള്ള ഓരോ പേരുകളാണ്. അതും ചേർക്കുക. ഇനി 3 ബ്രെഡ് പീസ് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിടുക. എന്നിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത ബ്രെഡ് പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നു. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അവിടെ ഇവിടെയൊക്കെ പിടിക്കാതെ ശകലം ഉപ്പ് വെള്ളം ഉണ്ടാക്കി ഒന്ന് തളിച്ച് പിടിപ്പിക്കുന്നതാണ് ഇച്ചിരി നല്ലത്, പൊടിയിടാതെ ആവശ്യമുണ്ടെങ്കിൽ. ഇനി ഓഫ് ആക്കാവുന്നതാണ്. ആറുമ്പം ഒന്നും കൂടി കൈകൊണ്ടൊന്ന് ഇളക്കി കൂട്ടി ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ ഉണ്ണി വേർതിരിച്ചെടുക്കുക. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനിയും കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക. അത് ബ്രെഡ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ കൈ നല്ലതായിട്ട് അമർത്തി അതിനകത്ത് എയറെല്ലാം ഒന്ന് കളഞ്ഞ് വേണം എടുക്കാൻ. നന്നായിട്ട് ടൈറ്റായിട്ട് അമക്കി ഷേപ്പിൽ ആക്കിയെടുക്കുക. ആവശ്യത്തിന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത് ഉണ്ടാക്കുക. ബാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഉള്ള അവസരത്തിൽ ഈ മാവ് ഉപയോഗിക്കാം. ഇനി ഈ മാവിനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കട്ട്ലറ്റ്സ്. പിന്നെ ഇത് കട്ട്ലറ്റ്സിന് വേണ്ടി മാവ് കയ്യിലെടുക്കുമ്പോൾ നല്ലതായിട്ട് അമക്കി എടുക്കണം. അതിനകത്ത് എയറെല്ലാം പോയി നല്ല കട്ടിക്ക് വേണം ഇതിരിക്കാൻ, അല്ലെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ അങ്ങ് പിളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുട്ടയുടെ ഉണ്ണി എടുക്കേണ്ടെന്ന് പറഞ്ഞത് എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ണി. അതുകൊണ്ട് ഉണ്ണി എടുക്കേണ്ട, വെള്ളം മാത്രം എടുത്താൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചാൽ മതി. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്, മുങ്ങിയിടാനായിട്ട് വെണ്ണ ഒഴിച്ചില്ല. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ. ചൂടായിട്ടുണ്ട്. ഇനി ഇതിനെ പതച്ച മുട്ടയിലും പിന്നെ റൊട്ടിപ്പൊടിയിലും മുക്കിയെടുക്കുക. റൊട്ടിപ്പൊടിയിലും കൂടി ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഇടുക.
ഇനി ഒന്ന് മറിച്ചിടാം. എണ്ണയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എടുക്കുവാൻ. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് കളർ കിട്ടിക്കോട്ടെ. അപ്പോൾ റെഡിയായി. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. ഓക്കെ, ബീഫ് കട്ട്ലറ്റ് അങ്ങനെ റെഡിയായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.